ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗ്ലാം ഗോഡസ് സിന്ധുജ. അപ്പം ഇന്ന് നിങ്ങളുടെ ഗ്ലാം ഗോഡസ് സിന്ധുജ പുതിയൊരു വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്, ചിലങ്ക പൂജ വ്ളോഗ്. അപ്പം ഏതൊരു ഡാൻസ് പഠിക്കുന്ന ആൾക്കാർക്കും ഡാൻസേഴ്സിനും ഏറ്റവും വിലപ്പെട്ടൊരു സംഭവമാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്. അതായത് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നൊരു സംഭവം ഇതാണ്. ആ സംഭവം ഡാൻസേഴ്സിൻ്റെ എല്ലാം ചങ്കായ നമ്മുടെ സ്വന്തം ചിലങ്കകൾ. അപ്പോൾ ഇത് ഈ പൂജവെപ്പിന് വെച്ചിട്ട് ഞാൻ എൻ്റെ കുച്ചിപ്പുടി ഡാൻസ് ക്ലാസ്സിൽ വെച്ചിട്ട് ഗുരുവിൻ്റെ മുമ്പിൽ അത് വെച്ചതിന് ശേഷം വിജയദശമിക്ക് നമ്മളിത് എടുക്കും ഈ സാധനം. അപ്പം വയ്ക്കുന്ന വ്ളോഗും എടുക്കുന്നതും ഞാൻ കാണിക്കുന്നില്ല, കാരണം എനിക്കൊരു ലക്ഷ്യാബോധമുണ്ട്. അതായത് ഒരു 2 വർഷത്തിനുള്ളിൽ എനിക്കൊരു കുച്ചിപ്പുടി ഡാൻസറായി മാറണമെന്നുള്ളതും അതേപോലെ ഭരതനാട്യത്തിൻ്റെ ആവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം ചിലവരുടെ ദൃഷ്ടിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് നിങ്ങളുടെ എന്നല്ല, നമുക്ക് ഒന്നും ഒരു ആർട്ട് ഫോംസിലും എക്സൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ എനിക്ക് ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളും ഇങ്ങനെ തോന്നിയിട്ടുണ്ട് ഇതിനു മുമ്പ്. അതുകൊണ്ട് ഞാനത് വയ്ക്കുന്ന മെമ്മറീസൊക്കെ ഞാൻ ഫോട്ടോ എടുത്ത് വയ്ക്കുന്നുണ്ട്, റെക്കോർഡ് ചെയ്യുന്നുണ്ട്, എല്ലാ സ്ഥലവും ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ ഒരു നിലയിലെത്തുമ്പോൾ ചിലപ്പോൾ നെക്സ്റ്റ് ഇയർ കഴിഞ്ഞ് അതിൻ്റെ നെക്സ്റ്റ് ആയിരിക്കാം. അത് നമ്മുടെ ഒരു ഗ്രാസ്പിംഗ് എബിലിറ്റി പോലെയാണ്. എന്തായാലും ഒരു 3 വർഷത്തിനുള്ളിൽ എനിക്ക് ഒരു നല്ലൊരു കുച്ചിപ്പുടി ഡാൻസറും ഭരതനാട്യം ഡാൻസറും ഒഫീഷ്യലായിട്ട് ആവാൻ പറ്റും, അതൊരു ക്ലാസിക്കൽ ഡാൻസർ ആവാൻ പറ്റും എന്ന് എനിക്കൊരു പ്രയത്നം വഴിയൊരു ചെറിയൊരു കോൺഫിഡൻസ് ഉണ്ട്. എൻ്റെ ഹാർഡ് വർക്ക്, ഡെഡിക്കേഷൻ, അപ്പം നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് സോഷ്യൽ മീഡിയാസിലും കാര്യങ്ങളും. അപ്പം ഒരു സിനിമാറ്റിക് ഡാൻസറിൽ നിന്നും അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ആർട്ടിസ്റ്റ് അതിൽ നിന്നും എനിക്ക് മേ ബി പ്രൊഫഷണൽ രീതിക്ക് വരെ എനിക്ക് ക്ലാസിക്കൽ ലെവലിൽ പോകാം, പ്രൊവൈഡഡ് എനിക്കൊരു ദൈവാനുഗ്രഹവും എൻ്റെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഡാൻസ് പ്രാക്ടീസ് സെഷന് പോക്കും, ഞാൻ ആരോഗ്യമായിട്ട് ഇരിക്കണം, പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന. അപ്പം അതിനുശേഷം ഓരോന്നായിട്ട് ഞാൻ എൻ്റെ മെമ്മറീസ് ബാക്ക് എന്ന് പറഞ്ഞ് ഒരു 2-2.5 വർഷം നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതിനുശേഷം ഞാൻ എൻ്റെ ഭരതനാട്യത്തിൻ്റെ എക്സ്പീരിയൻസസ്, ഞാൻ എങ്ങനെയാണ് എത്ര ഏജ് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്, ഇടയ്ക്ക് ഒരു ബ്രേക്ക് വന്നെങ്കിൽ ഞാൻ എങ്ങനെ അത് കണ്ടിന്യൂ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വ്ളോഗിൽ പറഞ്ഞുതരാം. പക്ഷെ അതിന് നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബറെ എന്നും എൻ്റെ ഒപ്പം കാണണം, കാരണം ലക്ഷ്യത്തിൽ എത്തിയതിന് ശേഷം നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അതൊക്കെ ഒരു ആനന്ദകരമായ നിമിഷമാണ്. അതിന് മുമ്പേ നമ്മൾ ചില ഇൻഫ്ലുവൻസേഴ്സ് ഇടുന്നത് പോലെ എല്ലാം നമ്മൾ ചൂവെന്നൊക്കെ കേൾക്കുമ്പോഴിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഫലപ്രാപ്തി കാണില്ല. സോ എനിക്കത് ഇനി എൻ്റെ ഒരു ഡാൻസ് ക്ലാസ് ജേർണിയിൽ എനിക്കൊരു ബ്രേക്ക് എനിക്ക് താങ്ങാൻ പറ്റുന്നൊരു സംഭവമല്ല. അത്രയ്ക്ക് ഞാൻ ഡാൻസിന് ചിലങ്കി എല്ലാ കാര്യത്തിനും ഞാൻ സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ്. നമ്മൾ പല ഡാൻസേഴ്സും ക്ലാസിക്കൽ ഡാൻസർ ആവാൻ കൊതിക്കുന്ന ആൾക്കാർക്ക് ചിലങ്ക എന്ന് പറയുന്നതൊരു സന്തോഷകരമായ ഒരു ചിലങ്ക പൂജ, ഇതൊക്കെ സന്തോഷമായിട്ടുള്ള നിമിഷമാണ്. അപ്പം ഈ പൂജ വെപ്പിന് ഞാൻ കുച്ചിപ്പുടിയുടെ ഗുരുവിൻ്റെ മുമ്പിലാണ് ഞാൻ ഈ ചിലങ്കയുടെ ഇത് വയ്ക്കാൻ പോകുന്നത്. എന്നിട്ട് വിജയദശമി ദിവസം ഞാനത് എടുത്തിട്ട് വരുമ്പോൾ ലുക്സും വീഡിയോസും ഞാൻ കാണിക്കാം. അതല്ലാതെ ആ ചടങ്ങ് ഞാൻ റെക്കോർഡ് ചെയ്ത് വെക്കും. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ക്ഷമിച്ച് തന്നെ ഇരിക്കണം. വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ എൻ്റെ കട്ട സബ്സ്ക്രൈബേഴ്സിന് ഞാൻ ഒരു നല്ല നിലയിൽ ഒരു ക്ലാസിക്കൽ ഡാൻസർ ആയതിനു ശേഷം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ മൊമെന്റ്സ് ഞാൻ ഷെയർ ചെയ്യും. ഭരതനാട്യത്തിൻ്റെ വന്നിട്ട് അവിടെ ഞാൻ പോകും ആ ഗുരുവിനെ കാണാൻ വിജയദശമി ദിവസത്തിൽ. പക്ഷേ എങ്കിൽ 2 പോകണം, അതൊരു ടാസ്ക്കാണ്. നോക്കട്ടെ, അവിടെ ഞാൻ പോകുമ്പോൾ പക്ഷെ അവിടെ ചിലങ്ക പൂജയുടെ ടൈം ആയിട്ടില്ല. അത് നമുക്ക് ഓരോരുത്തർ ഓരോ രീതിയാണല്ലോ. അത് നമുക്ക് കുറെ കൂടെ അടവുകൾ അങ്ങ് കയറി ഭരതനാട്യത്തിന് പോയതിന് ശേഷം മാത്രമേ അരങ്ങേറ്റത്തിന് മുമ്പുള്ള ചിലങ്ക പൂജ നമ്മൾ സ്റ്റേജിൽ കയറുമല്ലോ, അതിന് മുമ്പേ ആ ഗുരു നമുക്കത് പൂജിച്ചു തരൂ. എന്തായാലും 2 ഗുരുക്കന്മാരെയും കാണാൻ ഒരു അവസരം കിട്ടുന്നുണ്ട് എനിക്ക് വിജയദശമിക്ക്. എനിക്ക് പോകണം, കാരണം 2 ഒരേ ടൈമിനായ സീൻ കോൺട്രയാവും. എന്തായാലും ചിലങ്ക ഞാൻ കുച്ചിപ്പുടിയുടെ ഗുരുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നത് കൊണ്ട് അത് ദക്ഷിണ കൊടുത്ത് എനിക്ക് വിജയദശമിക്ക് പോയി മേടിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഭരതനാട്യം ഗുരുവിൻ്റെ കാര്യമാണ് എനിക്കിപ്പോൾ ശോകമായിട്ട് തോന്നുന്നത്. നോക്കട്ടെ, 2 ടൈമാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകാൻ പറ്റും. ഇപ്പോൾ എല്ലാം 10 മണി റേഞ്ചാണ് വെച്ചിരിക്കുന്നത്, 2 കോഡസിന് ഓടാൻ പറ്റില്ലല്ലോ. സോ നോക്കാം. എന്നാൽ തന്നെ എനിക്ക് എൻ്റെ ഗുരുക്കന്മാരോട് വലിയ സ്നേഹവും കാര്യങ്ങളുമാണ്, കാരണം അവരുള്ളത് കൊണ്ടാണ് എൻ്റെ കുഞ്ഞിലെ തൊട്ടുള്ള ആഗ്രഹമാണ് ഡാൻസർ ആവണമെന്നുള്ളത്. അത്യാവശ്യം ബോളിവുഡ്, ഹിപ്പ് ഹോപ്പ്, പിന്നെ എന്തോന്നാണ് സിനിമാറ്റിക്, പിന്നെ ബെല്ലി ഡാൻസ് ഞാൻ ഇടയ്ക്ക് കോഴ്സ് ചെയ്തുകൊണ്ടിരുന്നു, പിന്നെ കട്ടായി വേറെ കുറച്ച് തിരക്ക് ഷെഡ്യൂളും കാര്യങ്ങളും ആയതുകൊണ്ട്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പം ആഗ്രഹത്തിൽ എനിക്ക് എത്താൻ പറ്റട്ടെ. ഇതിൻ്റെ ഇടയ്ക്ക് ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ കോഴ്സസ് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു, കർണാടിക് മ്യൂസിക്. പക്ഷെ അതിലൊരു ബ്രേക്ക് വന്നു. അതാണ് നമ്മൾ കുറച്ച് വലിയ പൊസിഷനിലൊക്കെ ആയിക്കഴിഞ്ഞാൽ, മീൻസ് വലിയ അഡൽട്ട്സ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ഇപ്പം എന്നെ സംബന്ധിച്ച് ജോബിൻ്റെ തിരക്ക്, വേറെ സോഷ്യൽ മീഡിയയിലെ കണ്ടന്റ് ക്രിയേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇടയ്ക്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ക്ലാസിക്കൽ മ്യൂസിക് ഇത്തവണ കണ്ടിന്യൂ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നില്ല, കാരണം ഓൾറെഡി കുച്ചിപ്പുടിയും ഭരതനാട്യം ഞാൻ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ക്ലാസ്സസിന് പോകണം. പിന്നെ എൻ്റെ ബിസി ഷെഡ്യൂൾ ജീവിതത്തിലെ കണ്ടന്റ് ക്രിയേഷൻ, വ്ളോഗിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം അതുകൊണ്ട് നടക്കുമെന്ന് തോന്നുന്നില്ല. നോക്കാം.
വൺ അറ്റ് എ ടൈമാണ് നോക്കേണ്ടത്. പിന്നെ എനിക്ക് അത്രയ്ക്ക് ഡാൻസ് ക്രേസ് ആയതുകൊണ്ട് 2 ഐറ്റംസ് ഞാൻ 2 ഡിഫറെൻറ്റ് കലാരൂപങ്ങൾ ഒരേ ഇതിൽ ഞാൻ നെഞ്ചിലേറ്റിക്കൊണ്ട് പോകുന്നു. നോക്കാം നമുക്ക് എത്രത്തോളം അതിൽ ക്ലച്ച് പിടിക്കാൻ പറ്റുമെന്ന്. പിന്നെ ഒപ്പം എൻ്റെ സോഷ്യൽ മീഡിയ കണ്ടൻസും എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പ്രൊമോട്ട് ചെയ്യുക. കാരണം ഒരു ക്ലാസിക്കൽ ഡാൻസർ ആവുമ്പോഴും നമുക്ക് സോഷ്യൽ മീഡിയ ബാക്കപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലായിരിക്കും, ഒരു ഫെയിം ഉണ്ട്, അപ്പോൾ ആ കാര്യങ്ങൾ വരും. സോ അതിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒപ്പം തന്നെ കുറേ സബ്സ്ക്രൈബേഴ്സിന് എൻ്റെ സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും ഞാനൊരു ക്ലാസിക്കൽ ഡാൻസ് പെർഫോമൻസ് ചെയ്യണമെന്നുണ്ട്. അത് നിങ്ങൾ ക്ഷമിച്ച് നിന്നേ പറ്റൂ. കാരണം ആ ലക്ഷ്യത്തിലേക്കാണ് ഞാനും പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനകൾ വേണം. എന്തെങ്കിലും ഒരിക്കൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഇടയ്ക്ക് ഞാൻ ഓണത്തിൻ്റെ ഒരു സെമി ക്ലാസിക്കൽ കുറവ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പറനിറേ പൊന്നളക്കും പൗർണമി രാവായി. അതെല്ലാവരും കണ്ടു എന്ന് തോന്നുന്നു. അതെങ്ങനെയുണ്ടെന്നുള്ള കമൻറ്റും കൂടി ഇതിൻ്റെ താഴെ ഇടുക. അത് സെമി ക്ലാസിക്കലാണ്. അപ്പോൾ സെമി ക്ലാസിക്കൽ ഞാനൊന്ന് ചെയ്തു. ഇനി ക്ലാസിക്കലും കൂടെ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ക്ലാസിക്കലിൻ്റെ പെർഫോമൻസസും വരും. അപ്പോൾ ആരും നിരാശപ്പെടണ്ട. തൽക്കാലം നമുക്കിങ്ങനെ പോകാം. ബോളിവുഡ്, ഹിപ്പ് ഹോപ്പ്, സിനിമാറ്റിക്, പിന്നെ സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേഷൻ, റീൽസ്, ഇതൊക്കെ ആയിട്ട് പോവാം. പക്ഷെ ഞാൻ എൻ്റെ ലക്ഷ്യങ്ങൾ ചങ്കലിറ്റിക്കൊണ്ട് പോകുന്നുണ്ട് സൈഡിൽ കൂടെ. അതുപോലെ നിങ്ങൾക്കും ആ ലക്ഷ്യങ്ങളുടെ പ്രാപ്തി, ഔട്ട്പുട്ട് കാണാൻ പറ്റും. പ്രൊവൈഡഡ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ എല്ലാ കണ്ടന്റ്സും എന്ത് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് ഒന്നിച്ച് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് മുന്നേറാം. ഓക്കെ, സോ ഞാൻ ഈ ചെലങ്ക പൂജയ്ക്ക് വയ്ക്കാൻ പോകുന്നതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണിത്. ഇനി ഞാനത് പാക്കറ്റിലാക്കി ആ ഗുരുവിൻ്റെ പേരും ഇതൊക്കെ എഴുതി വെക്കുന്നതും കൂടെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ബാക്കി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കണ്ടൻസ് ഷൂട്ട് ചെയ്യും, പക്ഷെ ഇപ്പം കാണിക്കില്ല. അരങ്ങേറ്റം ആ ടൈമൊക്കെ ആയതിനു ശേഷം ഞാൻ ഈ വീഡിയോസ് എന്ത് ചെയ്യാം, മെർജ് ചെയ്ത് മെമ്മറീസ് വിത്ത് മൈ ഗുരു എന്ന് പറഞ്ഞ് പാർട്ട് 1, പാർട്ട് 2, ഭരതനാട്യത്തിൻ്റെ ഒന്ന്, കുച്ചിപ്പുടിയുടെ വേറൊന്നായിട്ട് ഞാൻ എന്ത് ചെയ്യാം, കാണിക്കാം. ഓക്കെ, സോ വെയിറ്റ് ചെയ്യൂ. ഇത് പാക്ക് ചെയ്ത് നമ്മുടെ ചെല്ലങ്കക്കുട്ടനെ പാക്ക് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഇത് നിങ്ങളുടെ ഗോഡസിൻ്റെ ചിലങ്കയാണ്. കണ്ടോ, ഇത് ഞാൻ പാക്ക് ചെയ്യുവാണ്. അപ്പം നമ്മുടെ ചിലങ്കക്കുട്ടൻ ഇപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുന്നു. ഇനി ഞാൻ പാക്ക് ചെയ്യുന്നതാണ്. അങ്ങനെ നമ്മുടെ ചിലങ്കക്കുട്ടനെ ഞാനൊരു കവറിലാക്കി. ഈ സൈഡും ആ സൈഡും ഞാനൊന്ന് സ്റ്റേപ്ലർ ചെയ്തിട്ട് വരാം. ഓക്കെ, എന്നിട്ട് എനിക്കിവിടെ എൻ്റെ ഗുരുവിൻ്റെ പേരും എൻ്റെ പേരും എഴുതണം. കാരണം ബാക്കി സ്റ്റുഡൻസും കൊണ്ടുവരും. അപ്പം നമ്മുടെ ചിലങ്ക മാറിപ്പോകാൻ പാടില്ലല്ലോ. വെയിറ്റ്. അങ്ങനെ ഞാൻ നമ്മുടെ ചിലങ്കക്കുട്ടനെ ഒന്ന് പിന്ന് ചെയ്യുകയാണ്. ജസ്റ്റ് സ്റ്റാപ്ലർ ഇട്ടിട്ട് വരാം. സ്റ്റാപ്ലർ ഇട്ട് ചെയ്യാം. ജസ്റ്റ് ഒന്ന് പിന്ന് ചെയ്യാം. ഇവിടെയും കൂടെ ചെയ്യാം. Okay. Sit. സെറ്റാണ്. നമ്മുടെ ചിലങ്കക്കുട്ടനെ പാക്ക് ചെയ്തു. ഇനി ഇവനെ ഞാൻ മിക്സ് ചെയ്യും. ചിലങ്കയെ ഞാൻ മിക്സ് ചെയ്യും. കാരണം ഒരു പൂജ വയ്ക്കാൻ കൊടുക്കുമല്ലേ ഗുരുവിൻ്റെ അടുത്തുകൊണ്ട്. പിന്നെ എനിക്ക് വിജയദശമിക്ക് കാണാൻ പറ്റും. എനിക്കും കാണാൻ പറ്റും, നിങ്ങൾക്കും സബ്സ്ക്രൈബേഴ്സായിട്ട് നിങ്ങൾക്കും കാണാൻ പറ്റും. ഇനി ഇതിൽ പേരും നാളും, ഞാൻ തമാശയ്ക്ക് പറഞ്ഞാൽ എൻ്റെ പേരും ഗുരുവിൻ്റെ പേരും ഇതിൽ എഴുതണം. അത് എഴുതി കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാം. ഗുരുവിൻ്റെ പേരൊക്കെ സസ്പെൻസാണ്, ഞാൻ കാണിക്കില്ല. അയ്യടാ, ഞാൻ ജസ്റ്റ് എഴുതി കഴിഞ്ഞ് ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നത് ഇതൊക്കെയാണ്. ഗുരുവിൻ്റെയൊക്കെ പേരും സംഭവങ്ങളും ഞാൻ അരങ്ങേറ്റവും അതിൻ്റെയൊക്കെ ശേഷം ഞാൻ റിവീൽ ചെയ്യും. ഓക്കെ, സസ്പെൻസ്. അങ്ങനെ എൻ്റെ പേരും ഗുരുവിൻ്റെ പേരും എല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട്. നമ്മുടെ ചിലങ്ക റെഡിയായി. എന്തിനു വേണ്ടി? പൂജാമുറിയിൽ പോവാൻ, ഗുരുവിൻ്റെ അടുത്തേക്ക്. ഓക്കെ, സെറ്റല്ലേ? ഇനി നോക്കിക്കോ, ഇനി ഞാൻ ഫൈനലായിട്ട് ഒരു കവറിലാക്കി വയ്ക്കുന്നു. കവർ കൊണ്ടുപോകണമല്ലോ, പിന്നെ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇതിലിപ്പോൾ കവറിലായിട്ടായിരിക്കും നമുക്ക് വയ്ക്കേണ്ടത്. നോക്കിക്കോ, ഈ കവറിനകത്തായിട്ട് ഞാനിങ്ങനെ സേഫായിട്ട് വയ്ക്കുന്നു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വ്ളോഗ്. അതായത് ചിലങ്ക ഒഴിക്കൽ വ്ളോഗ്. നമ്മൾ ഈ ചിലങ്കീനെ അവിടെ വയ്ക്കും. സേഫായിട്ടുണ്ട്. ആൾ ഒരു ചെറിയൊരു ത്രോട്ട് ഇറിറ്റേഷൻ ഉണ്ട്, ചുമയായി മാറുമെന്ന് തോന്നുന്നു. ലക്ഷണങ്ങളുണ്ട്. ഇതങ്ങോട്ടൊന്ന് കൊടുക്കും. ഇതിലും കൂടെ വേണമെങ്കിൽ പേരും ഇതും എഴുതാം. കാരണം അറിയത്തില്ല ചിലങ്ക മാത്രം കവറിലാക്കിയാണോ കൊടുക്കുന്നത്, അതോ ചിലങ്കയ്ക്ക് പുറത്തൊരു കവറിട്ട് കൊടുക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ പോയാലേ അറിയൂ. ഇതിലും കൂടെ
പേരും ഇതും കൂടെ എഴുതാം ഒരു പേപ്പറിൽ, ഇങ്ങനെ പിൻ ചെയ്ത് വയ്ക്കുക. അപ്പോൾ അത് പെട്ടെന്ന് തരുമ്പോൾ നമുക്ക് മാറിപ്പോകില്ലല്ലോ, നോക്കാം. സോ അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഗോഡസിൻ്റെ ചിലങ്ക പൂജ ഒരുക്കങ്ങളുടെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഗോഡസിൻ്റെ യൂട്യൂബ് ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. നല്ല നല്ല ഇതുപോലത്തെ വ്ളോഗ്സുമായിട്ട് എൻ്റെ ലൈഫിൻ്റെ ഹാപ്പി മൊമെൻറ്റ്സ് ഉള്ള വ്ളോഗും പിന്നെ ഇൻഫർമേറ്റീവ് വ്ളോഗ്. ഇപ്പോൾ ഇതിന് മുന്നേ ഒരു MVD മോട്ടോർ വെഹിക്കിളിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ വ്ളോഗ് ഞാൻ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന ഇൻഫർമേഷൻസും എൻ്റർടൈൻമെൻറ്റും എല്ലാം എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് കിട്ടും. സെറ്റാണ്. നിങ്ങൾ സെറ്റാണെങ്കിൽ ലൈക്ക് തരാൻ മടിക്കില്ല. നിങ്ങളുടെ സ്നേഹങ്ങളെ ലൈക്കിലൂടെ നമുക്ക് അളക്കാൻ പറ്റത്തുള്ളൂ യൂട്യൂബിനകത്ത്. സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം എൻ്റെ ചാനൽ, നമ്മുടെ കുഞ്ഞു ചാനലിനെ വലിയ ചാനലിലായിട്ട് മാറ്റാൻ ശ്രമിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. So this was a vlog regarding my Chilanga Puja dancers Gungru Wala Puja's mini vlog, making the Gungru ready for that. So hope all love this particular vlog. If you like, please do subscribe my YouTube channel. ഇപ്പോൾ എൻ്റെ ഈ ചിലങ്കയുടെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ, എന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വ്ളോഗിൽ അടുത്തൊരു മനോഹരമായിട്ട് അടിപൊളി വ്ളോഗായിട്ട് വീണ്ടും നിങ്ങളുടെ ഗോഡസ് നിങ്ങളുടെ മുമ്പിൽ വരും. അതുവരെ ഗ്ലാം ഗോഡസ് സിന്ധുജ പോകുന്നു. ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ. അങ്ങനെ ഞാൻ ആ കവറിൻ്റെ പുറത്തും കൂടെ നിങ്ങൾക്ക് കാണാം. ഇവിടെ ഞാനൊരു സ്ലിപ്പ് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഈ കവറോട് കൂടെ വയ്ക്കാൻ പറഞ്ഞാൽ, എന്നിട്ട് ചിലപ്പോൾ ആ പൂജയുടെ തലേദിവസമാണ് അവർ ആ ഗുരു അതിനകത്ത് ആദ്യമാദ്യം എടുത്ത് വയ്ക്കുന്നെങ്കിൽ കൺഫ്യൂഷൻ ആവണ്ടാന്ന്. പിന്നെ ഈ കവറും നമുക്ക് കിട്ടും അവസാനം. ഓക്കെ, സേഫായിട്ട് തിരിച്ച് കൊണ്ടുവരണ്ടേ പൂജിച്ച് ചെല്ലുക. സോ അതാണ്. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? ഇപ്പിടി